മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1059/2025 ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുസ്റു കമ്മിറ്റി. അപ്പൊ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അറിയപ്പെടുന്നത് കുസ്റു കമ്മിറ്റി എന്നാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ പറ്റി നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കുസ്റു കമ്മിറ്റി. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അതായത് ACRC, അറിയപ്പെടുന്നത് കുസ്റു കമ്മിറ്റി. കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ഇൻ ഓഗസ്റ്റ് 1, 1986. ഓഗസ്റ്റ് 1, 1986 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്താക്കുന്നത്. അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് RBI ആണ്, ബൈ RBI ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് വേൾഡ് ബാങ്ക്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റും വേൾഡ് ബാങ്കുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് RBI അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്താക്കുന്നത്. ഡേറ്റ് ഓഗസ്റ്റ് 1, 1986. റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ ഓഗസ്റ്റ് 1989. അപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താക്കുന്നത് ഓഗസ്റ്റ് 1989 ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്താക്കുന്നത് ഓഗസ്റ്റ് 1, 1986. RBI ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. AM കുസ്റു വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ് AM കുസ്റു. അതുകൊണ്ടാണ് ഈ കമ്മിറ്റി കുസ്റു കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഫോർ അപ്പോയിന്റിംഗ് ദിസ് കമ്മിറ്റി. ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്താക്കണതിന് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തിനൊക്കെ വേണ്ടിയാ നോക്കാം. ടു റിവ്യൂ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻ ജനറൽ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ ചെയ്യാൻ. ടു റിവ്യൂ ദ റോൾ ഓഫ് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോൾ ഒക്കെ റിവ്യൂ ചെയ്യാൻ. ടു റിവ്യൂ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് അപ്പസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റിലെ അപ്പസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾസും ഫങ്ഷൻസും റിവ്യൂ ചെയ്യാൻ. ടു റിവ്യൂ ദ ലെൻഡിംഗ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് മാർജിൻ. ലെൻഡിംഗ് കോസ്റ്റും അതിന്റെ മാർജിനും ഒക്കെ റിവ്യൂ ചെയ്യാൻ കൂടിയാണ് ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത്. ടു റിവ്യൂ ദ ഫങ്ഷൻസ്, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് നെബാർഡ്. നെബാർഡിന്റെ ഓർഗനൈസേഷനും ഫങ്ഷൻസും മാനേജ്മെന്റും കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയാണ്? ടു റിവ്യൂ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, ടു റിവ്യൂ ദ റോൾ ഓഫ് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടു റിവ്യൂ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് അപ്പസ് ലെവൽ institution in agricultural credit, to review the lending cost and its margin, to review the functions and organization and management of NABARD. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നോക്കാം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അതായത് ACRCയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഇനി നോക്കുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ബി ഓർഗനൈസ്ഡ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞ കമ്മിറ്റി കുസ്റു കമ്മിറ്റിയാണ്. ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ, അതായത് BDP അപ്പൊ ആരുടെയാണ്? കുസ്റു കമ്മിറ്റിയുടെയാണ്. BDP കുസ്റു കമ്മിറ്റി. ഡെവലപ്പ് ഗുഡ് ക്യാപിറ്റൽ ബേസ്. ഗുഡ് ക്യാപിറ്റൽ ബേസ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? കുസ്റു കമ്മിറ്റിയാണ്. കമ്പ്യൂട്ടറൈസേഷൻ ഇൻ കോഓപ്പറേറ്റീവ്സ്, അതും റെക്കമെൻഡ് ചെയ്തത് കുസ്റു കമ്മിറ്റിയാണ്. ക്യാഷ് ക്രെഡിറ്റ് സിസ്റ്റം, അത് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? കുസ്റു കമ്മിറ്റിയാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ റെക്കമെൻഡ് ചെയ്താണ് ഓഡിറ്റ് ഷുഡ് ബി ഡൺ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓഡിറ്റ് എങ്ങനെ നടത്തണം? ഫ്രീ ഓഫ് കോസ്റ്റിൽ നടത്തണം. അപ്പൊ എന്തൊക്കെയാണ്? നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്യണം. ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ, അതായത് BDP. ഡെവലപ്പ് ഗുഡ് ക്യാപിറ്റൽ ബേസ് ഡെവലപ്പ് ചെയ്യണം. കമ്പ്യൂട്ടറൈസേഷൻ ഇൻ കോഓപ്പറേറ്റീവ്സ്, ക്യാഷ് ക്രെഡിറ്റ് സിസ്റ്റം, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്, പിന്നെന്താ? ഓഡിറ്റ് ഷുഡ് ബി ഡൺ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ബാക്കി കൂടി നോക്കാം. കണ്ടക്ടിങ് പ്രോംപ്റ്റ് ആൻഡ് ടൈംലി ഇലക്ഷൻ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കറക്റ്റ് ടൈമിൽ എന്ത് വേണം? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം. ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി കുസ്റു കമ്മിറ്റി. നെക്സ്റ്റ്, ടു ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് PACS, DCB, RRB ആൻഡ് അതർ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റൂറൽ ക്രെഡിറ്റ്. പാക്സിന്റെ വർക്കിങ്ങും DCB, RRB, അതർ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ വർക്കിംഗ് എന്ത് വേണം? ഇംപ്രൂവ് ആക്കണം. ഏതില്? റൂറൽ ക്രെഡിറ്റില്. അത് റെക്കമെൻഡ് ചെയ്തത് കുസ്റു കമ്മിറ്റി. ടു സ്ട്രെങ്തൻ ദ ഫങ്ഷൻസ് ഓഫ് നെബാർഡ്. നെബാർഡിന്റെ ഫങ്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? കുസ്റു കമ്മിറ്റിയാണ്. ടു കോൺസെൻട്രേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രെഡിറ്റ് പ്ലാനിംഗ്, സ്റ്റാഫ് ട്രെയിനിങ്, മാൻ പവർ ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടറൈസേഷൻ, അക്കൗണ്ടിംഗ്, റിക്കവറി, പെർഫോമൻസ്. എന്തിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് പ്ലാനിംഗിൽ, സ്റ്റാഫ് ട്രെയിനിങ്, മാൻ പവർ ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടറൈസേഷൻ, അക്കൗണ്ടിംഗ്, റിക്കവറി മാനേജ്മെന്റ്. ഇതൊക്കെ റെക്കമെൻഡ് ചെയ്ത ആരാണ്?
കുസ്രു കമ്മിറ്റിയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓറഞ്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്. ഓപ്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. സ്റ്റാൻഡ് ഫോർ കറേജ്, ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്, ഈസ് ദ കളർ ഓഫ് വാംത്ത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഓപ്ഷൻ ഡി ആയിട്ട് ഓൾ ഓഫ് ദി അബോവ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓറഞ്ച് കളർ ഡിനോട്ട് ചെയ്യുന്നത് ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ആണ്. ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്. നമുക്ക് കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ ഐഡിയൽസ് നോക്കാം. ഇത് ന്യൂ ഐഡിയൽസ് ആണ് കേട്ടോ. അപ്പൊ റെഡ് ഡിനോട്ട് ചെയ്യണത് കറേജ് ആണ്. റെഡ് കറേജ്. ഓറഞ്ച് വിഷൻ ഓഫ് പോസിബിലിറ്റീസ്. ഓറഞ്ച് ആണ് വിഷൻ ഓഫ് പോസിബിലിറ്റീസ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. യെല്ലോ ചാലഞ്ച് ദാറ്റ് ഗ്രീൻ ഹാസ് കൈൻഡിൽഡ്. അതായത് പച്ച നിറം ഉണർത്തിയ വെല്ലുവിളി എന്നാണ് പറയുന്നത്. പച്ച നിറം ഉണർത്തിയ വെല്ലുവിളി. അതായത് ഇതിലാണ് യെല്ലോയിലാണ് ഡിനോട്ട് ചെയ്താക്കുന്നത്. യെല്ലോ ചാലഞ്ച് ദാറ്റ് ഗ്രീൻ ഹാസ് കൈൻഡിൽഡ്. ഇനി ഗ്രീൻ ചാലഞ്ച് ടു സ്ട്രൈവ് ഫോർ മെമ്പർഷിപ്പ് ഗ്രോത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ. അതായത് അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും സഹകരണത്തിന്റെ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ചുള്ള ഒരു അവബോധം ഉണർത്തുന്നതിനുമുള്ള ഒരു വെല്ലുവിളിയാണ് ഇവിടെ ഡിനോട്ട് ചെയ്താക്കുന്നത്. ഏതില്? ഗ്രീനില്. ചാലഞ്ച് ടു സ്ട്രൈവ് ഫോർ മെമ്പർഷിപ്പ് ഗ്രോത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ. നെക്സ്റ്റ് ആണ് സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂവിൽ പറയുന്നത് സജസ്റ്റ് ഫാർ ഹോറിസൺ the need to provide education and help less fortunate people and strive towards global unity. അതായത് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞത് ആകാശനീല. ആകാശനീല പറയുന്നത് വിദൂര ചക്രവാളങ്ങളെയും വിദ്യാഭ്യാസം നൽകേണ്ടതിനെ പറ്റിയുമാണ്. പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കേണ്ട ആവശ്യകതയും പറ്റിയാണ് ഇവിടെ സ്കൈ ബ്ലൂവിൽ ഡിനോട്ട് ചെയ്താക്കുന്നത്. സജസ്റ്റ് ഫാർ ഹോറിസൺസ് the need to provide education and help less fortunate people ആൻഡ് സ്ട്രൈവ് ടുവേർഡ്സ് ഗ്ലോബൽ യൂണിറ്റി. നമ്മുടെ ഐക്യത്തിനു കൂടി വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നും കൂടിയാണ് ഇതിൽ ഡിനോട്ട് ചെയ്താക്കുന്നത്. ഏതില്? സ്കൈ ബ്ലൂവില്. ഇനി ഡാർക്ക് ബ്ലൂ നോക്കാം. ഡാർക്ക് ബ്ലൂ റെപ്രസെന്റ്സ് ദ ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ ഹു ക്യാൻ ലേൺ ടു ഹെൽപ്പ് ദംസെൽഫ് ത്രൂ കോർപ്പറേഷൻ. അതായത് സഹകരണത്തിലൂടെ സ്വയം സഹായിക്കാൻ പ്രാപ്തരാകുന്ന പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കാനാണ് ഡാർക്ക് ബ്ലൂ represent ചെയ്താക്കുന്നത്. അപ്പൊ ഡാർക്ക് ബ്ലൂ represents the less fortunate people who can learn to help themselves through corporation. നെക്സ്റ്റ് വയലറ്റ്. വയലറ്റ് represent ചെയ്താക്കുന്നത് വാംത്ത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അതാണ് വയലറ്റ് represent ചെയ്താക്കുന്നത്. വാംത്ത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇത്രയുമാണ് ന്യൂ ഐഡിയൽസ് ആയിട്ട് വരുന്നത്. കോപ്പറേറ്റീവ് ഫ്ലാഗിലെ ന്യൂ ഐഡിയൽസ് ഇത്രയുമാണ്. ഇനി മുമ്പുണ്ടായ ഐഡിയൽസ് ആണ് ദ ഐഡിയൽസ് കളേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ്. മുമ്പുണ്ടായതാണ് വയലറ്റ്. നമ്മുടെ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ കളറ് വിബ്ജിയോർ ആണ്, അതായത് മഴവില്ലിന്റെ. പക്ഷെ റെഡ് എവിടെയാണ് വന്നത്? ടോപ്പിലാണ് റെഡ് വന്നത്. വയലറ്റ് ബോട്ടത്തിലാണ് വന്നത്. അപ്പൊ വയലറ്റ് ഡിനോട്ട് ചെയ്താക്കുന്നത് ഫെൽറ്റിനീഡ് ആണ്. വയലറ്റ് ഫെൽറ്റിനീഡ്. ഇൻഡിഗോ ഹാർമണി. ബ്ലൂ ജസ്റ്റിസ്. ഗ്രീൻ യൂത്ത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. യെല്ലോ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്. ഓറഞ്ച് കറേജ്. റെഡ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ചസ്. ഇത്രയുമാണ് ഐഡിയൽസ് ആയിട്ട് വന്നാക്കുന്നത്. ഇപ്പൊ വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് FHJYQCD അങ്ങനെ പഠിച്ചു നോക്കാം. അപ്പൊ മറക്കൂല. FHJYQCD. ഫെൽറ്റിനീഡ്, ഹാർമണി, ജസ്റ്റിസ്, യൂത്ത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി, ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്, കറേജ്, ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ചസ്. ഇത്രയുമാണ് ഐഡിയൽസ് ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫ്രം ഡാഷ് ഓൺവേർഡ്സ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് 13 BCBs ആർ ഫംഗ്ഷനിങ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി വിത്ത് ബ്രാൻഡ് നെയിം കേരള ബാങ്ക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി നവംബർ 2019 ആണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കേരള ബാങ്കിനെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. ഇപ്പൊ നോക്കാം. ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക് 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് 1943 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരായത്. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏത് ആക്ട് പ്രകാരമാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്, ഏത് ആക്ട് പ്രകാരമാണ് ട്രാവൻകൂർ ആയത്, അങ്ങനെയൊക്കെ. നെക്സ്റ്റ് 1954 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത്. ട്രാവൻകൂറും കൊച്ചിനും കൂടി മെർജ് ചെയ്തിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി 1954.
നവംബർ 1 1956 നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത്. നവംബർ 1 1956 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത്. In July 1966, included in the second schedule of the RBI Act 1934. RBI Act 1934 പ്രകാരം സെക്കൻഡ് ഷെഡ്യൂളിലായത് ജൂലൈ 1966 അപ്പൊ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്കൻഡ് ഷെഡ്യൂളിലായത് ജൂലൈ 1966 RBI Act 1934. നെക്സ്റ്റ് 1972 issued a license to carry on the business of banking under section 22 of the BR Act 1949. BR Act 1949 പ്രകാരമാണ് ഇവർക്ക് എന്ത് ബാങ്കിങ് ലൈസൻസ് കൊടുക്കുന്നത്. സെക്ഷൻ 22 ബാങ്കിങ് ലൈസൻസിനെ പറ്റി പറയുന്നത്. 1972 അപ്പൊ അവർക്ക് ലൈസൻസ് കിട്ടിയത്. ഏത് ആക്ട് പ്രകാരം? BR Act 1949 സെക്ഷൻ 22 പ്രകാരം ബാങ്കിങ് ലൈസൻസ് കിട്ടിയത് 1972. നെക്സ്റ്റ് 29th November 2019, Kerala State Cooperative Bank and 13th District Cooperative Banks are functioning as single entity with brand name Kerala Bank. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. നവംബർ 29, 2019 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ത് 13 DCB ആയിട്ട് മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഫോം ചെയ്തത്. ഇതിന്റെ ബ്രാൻഡ് നെയിം എന്താ? കേരള ബാങ്ക്. പറയപ്പെടുന്നത് കേരള ബാങ്ക്. എന്ന് മുതലാണ്? നവംബർ 29, 2019 മുതൽ. നെക്സ്റ്റ് ഡിസംബർ 16, 2019 ഒഫീഷ്യലി ഇനോഗ്രേറ്റഡ് ബൈ പിണറായി വിജയൻ. 2019 ഡിസംബർ 6 പിണറായി വിജയൻ ഇത് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ കേരള ബാങ്ക് എന്നുള്ള ബ്രാൻഡ് നെയിം ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തത് അപ്പൊ പിണറായി വിജയനാണ് 2019 ഡിസംബർ 6. ജനുവരി 12, 2023 മലപ്പുറം DCB മെർജ്ഡ് ടു കേരള ബാങ്ക്. മലപ്പുറം DCB ആദ്യം മെർജ് ചെയ്തിട്ടുണ്ടായില്ല കേരള ബാങ്കുമായിട്ട്. ആകെ 13 DCB ആണ് ആദ്യം മെർജ് ചെയ്തത്. അതെന്താണ്? 29 നവംബർ 2019 മെർജ് ചെയ്തത്. മലപ്പുറം DCB കേരള ബാങ്കിലോട്ട് മെർജ് ചെയ്തത് 2023 ജനുവരി 12. 2023 ജനുവരി 12 മലപ്പുറം DCB കേരള ബാങ്കുമായിട്ട് മെർജ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി The idea of cooperative commonwealth was first conceived by ആൻസർ ഓപ്ഷൻ ബി DR ഗാഡ്ഗിൽ. ഓപ്ഷൻ അങ്ങോട്ട് മാറിക്കിടപ്പുണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി DR ഗാഡ്ഗിൽ ആണ്. നമ്മൾ ഈ ഓപ്ഷനിൽ മറ്റു ഓപ്ഷൻ ആണ് റോബർട്ട് ഓവൻ, ഡോക്ടർ വില്യം കിങ്, റോക്ക്ഡെയിൽ പൈനേഴ്സ്. ഇതൊക്കെ നമ്മ മുന്നത്തെ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. നമുക്ക് കോഓപ്പറേറ്റീവ് കോമൺവെൽത്തിനെ പറ്റി നോക്കാം. കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇംപ്ലൈസ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ്നെസ് എമംഗ് കോഓപ്പറേറ്റീവ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ഇൻ ദ വേൾഡ്. എന്താ അറിയപ്പെടുന്നത്? എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ്നെസ് എമംഗ് കോഓപ്പറേറ്റീവ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ഇൻ ദ വേൾഡ്. The word cooperative commonwealth firstly put forward by Charles Gide. Cooperative commonwealth firstly put forward ചോദിച്ചാൽ ചാൾസ് ഗൈഡും ഫസ്റ്റ് കൺസീവ്ഡ് ചോദിച്ചാൽ DR ഗാഡ്ഗിലുമാണ്. The word cooperative commonwealth first put forward by Charles Gide. The idea of cooperative commonwealth was first conceived by DR ഗാഡ്ഗിൽ. മാറിപ്പോയത് put forward ചോദിച്ചാൽ ചാൾസ് ഗൈഡും കൺസീവ്ഡ് ചോദിച്ചാൽ DR ഗാഡ്ഗിലും. A strong supporter of cooperative commonwealth in India, VL Mehta. അപ്പൊ കോഓപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടർ ആരാണ്? VL മെഹ്തയാണ്. VL മെഹ്തയാണ് സ്ട്രോങ് സപ്പോർട്ടർ. DR ഗാഡ്ഗിലിനെ കുറിച്ച് നോക്കാം. DR ഗാഡ്ഗിൽ വാസ് ദ വൈസ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഡ്യൂറിംഗ് 4th and 5th 5-year പ്ലാൻ. 4th and 5th 5-year പ്ലാനിലെ പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു DR ഗാഡ്ഗിൽ. 3rd 5-year പ്ലാൻ ഇസ് നോൺ ആസ് ഗാഡ്ഗിൽ യോജന. മൂന്നാമത്തെ 5-year പ്ലാൻ ആണ് എന്തറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ 5-year പ്ലാൻ ആണ്. ഗാഡ്ഗിൽ ഫോർമുല റിലേറ്റിംഗ് ടു സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ടുവേർഡ്സ് ദ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത്. DR ഗാഡ്ഗിൽ ബുക്ക്. DR ഗാഡ്ഗിലിന്റെ ബുക്കാണ് ടുവേർഡ്സ് ദ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത്. ബുക്ക് ടുവേർഡ്സ് ദ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത്. Now cooperative commonwealth works local societies, the national federation, ICA. ഇപ്പൊ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് വർക്ക് ചെയ്യണത് ലോക്കൽ സൊസൈറ്റിയിലുണ്ട്, ദ നാഷണൽ ഫെഡറേഷനിലുണ്ട്, ICAയിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ 181 ഓഫ് KCS റൂൾസ് റെഫേഴ്സ് ടു. ആൻസർ ഓപ്ഷൻ ഡി
പവർ ടു exempt ഫ്രം റൂൾസ്. പവർ ടു exempt ഫ്രം റൂൾസ്. ഡിസിപ്ലിനറി ആക്ഷന്റെ റൂൾ വേണ്ടത് റൂള് 198 ലെവി ഓഫ് ഓഡിറ്റ് ഫീ റൂള് 65. ആപ്ലിക്കേഷൻ ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് റൂള് 71. റൂള് 71. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് നോക്കാം. റൂൾ 56A. റൂൾ 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. റൂൾ 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. റൂൾ 57 ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. റൂൾ 57 ആണ് ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. റൂൾ 58 പ്രൊവിഡന്റ് ഫണ്ട്. റൂൾ 58 ആണ് പ്രൊവിഡന്റ് ഫണ്ട്. റൂൾ 59 ഗ്രാറ്റുറ്റി. റൂൾ 59 ഗ്രാറ്റുറ്റി. റൂൾ 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ്. റൂൾ 63 ആണ് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ്. റൂൾ 64 ഓഡിറ്റ്. റൂൾ 64 ആണ് ഓഡിറ്റ്. റൂൾ 64A ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. റൂൾ 64A ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പിന്നെ പറയുന്നത് റൂൾ 64B-യിലാണ്. റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീ. മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു റൂൾ 65. അതിൽ തന്നിട്ടുണ്ടായിരുന്നു ലെവി ഓഫ് ഓഡിറ്റ് ഫീ ആണ് റൂൾ 65. റൂൾ 71 നമുക്ക് അതിൽ തന്നിട്ടുണ്ടായിരുന്നു. റൂൾ 71 എന്താ? ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ്. റൂൾ 71 ആണ് ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ്. റൂൾ 72 ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 76. സെക്ഷൻ 76 പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്നതാണ് റൂൾ 72. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 76. റൂൾ 73 എക്സിക്യൂഷൻ പ്രൊസീഡിംഗ്സ് അണ്ടർ ദ റവന്യൂ റിക്കവറി ആക്ട്. റൂൾ 73 execution proceedings under the Revenue Recovery Act. Rule 74 procedures for execution of decision, award or order. Rule 74 procedures for execution of decision, award or order. Rule 75 order in which proceedings shall be taken. Rule 75 ആണ് order in which proceedings shall be taken. Rule 76 rules for seizure and sale of movable property. Movable property കാര്യം പറയുന്നതാണ് റൂൾ 76. റൂൾസ് ഫോർ സീഷർ ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. നമ്മൾ ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത്. താങ്ക് യു.